Hello, good morning, beautiful souls. Welcome back to my channel. നമ്മൾ ഇപ്പോൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് സോഡിയാക് സൈൻ ബേസ്ഡ് ആയിട്ടുള്ള റീഡിങ്സ് ആണ്. ഇപ്പോൾ മുതൽ 24 hours എനർജി റീഡിങ്സ് ആണ്. ഓരോ സോഡിയാക് സൈനിൻ്റെയും റീഡിങ്സ് ജനറലാണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ആർക്ക് വേണമെങ്കിലും കേൾക്കാം. ലൈഫ് ഇവൻറ്റ്സുമായിട്ട് റെസണേറ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം ഇതൊരു ഗൈഡൻസ് സെറ്റ് എടുക്കുക, ഇല്ലെങ്കിൽ വിട്ടുകളയുക. അപ്പോൾ നമുക്ക് ആദ്യം എരീസിൻ്റെ എനർജി ചെക്ക് ചെയ്യാം. എരീസിൻ്റെ എനർജിയിൽ ആദ്യം നമുക്ക് വരുന്നത് ദെർ ഈസ് എ ടവർ സിറ്റുവേഷൻ. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇപ്പോൾ ഇൻവോൾവ് ആണെങ്കിൽ, അല്ലെങ്കിൽ പൊതുവായിട്ട് കോമൺ ആയിട്ട് നോക്കുമ്പോൾ എന്തൊക്കെയോ തടസ്സങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ തടസ്സമാണെങ്കിലും ഫ്യൂച്ചറിൽ സ്റ്റാർ തന്നെയാണ്. നിങ്ങൾക്ക് ഹോപ്പുണ്ട്. ഹോപ്പെന്ന് വെച്ചാൽ ഫ്യൂച്ചറിൽ നിങ്ങൾ വിചാരിക്കുകയാണ് അതെത്രയേ ഉള്ളൂ, തടസ്സം വന്നു, ഇനി നമുക്ക് മുന്നോട്ട് പോകുന്നത് ഭയങ്കര പ്രയാസമാണ് എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ചെറിയൊരു തടസ്സമുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് 4 of Wandsൻ്റെ എനർജി. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഏതെങ്കിലും വിവാഹം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതോ ഒരു കാര്യത്തിലൊക്കെ പങ്കെടുക്കുന്നതായിട്ടൊക്കെ തോന്നുന്നുണ്ട്. ഒരു വിവാഹം അല്ലെങ്കിൽ പാർട്ടി അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടൊപ്പം ഉള്ള ഒരു സന്തോഷകരമായ സമയങ്ങൾ, അങ്ങനത്തെ ഒരു എനർജിയാണ് എനിക്ക് ആദ്യം കിട്ടിയത്. രണ്ടാമത്തത് ലിയോയുടെ എനർജിയാണ്. ലിയോ എന്ന് പറയുമ്പോൾ വളരെ കരിസ്മാറ്റിക് ആയിട്ടുള്ള എനർജിയാണ് ലിയോക്കാരുടേത്. നമുക്ക് നോക്കാം ലിയോയുടെ കറണ്ട് എനർജി എന്താണെന്നുള്ളത്. ലിയോയ്ക്ക് ചില വിജയങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. ഓക്കെ, ചില വിജയങ്ങളെന്ന് വെച്ചാൽ ചെറിയ ചെറിയ വിജയങ്ങളാണെങ്കിൽ പോലും അത് 4 പേര് അറിയും, നിങ്ങളെ പുകഴ്ത്തും, അല്ലെങ്കിൽ സന്തോഷം. ഓക്കെ, നിങ്ങൾക്ക് സന്തോഷം, കാണുന്നവർക്കും സന്തോഷം. അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാനുള്ള ഒരു ചാൻസാണ് കാണുന്നത്. അതിനുശേഷം ഐ തിങ്ക് നിങ്ങളെന്തോ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുന്നുണ്ടെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആയിരിക്കാം. അത് മാത്രമല്ല, നിങ്ങൾ ഏതെങ്കിലും ഒരു ആളുമായിട്ട് ഇപ്പോൾ ഒരു ഡീലിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ദേ ആർ ഫ്രം ദ കാർമിക് പാസ്റ്റ്. നിങ്ങളുടെ കാർമിക് പാസ്റ്റുമായിട്ട് കണക്റ്റഡ് ആയിട്ട് അവിടെ നിന്ന് വന്നൊരാളാണ് നിങ്ങളിപ്പോൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കാണുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല എങ്കിൽ അതിനെ വേറൊരു ആംഗിളിൽ നിന്നും അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, കറക്റ്റായിട്ട് ഇതെന്താണ് കാര്യം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ ആ ഒരു കാര്യത്തിനെ മറ്റൊരു ആംഗിളിൽ നിന്നും നിങ്ങൾ കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ ഒരു ഇഷ്യൂ നിങ്ങൾക്ക് സോർട്ട് ഔട്ടായിട്ട് കിട്ടും എന്നാണ് എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ലിയോ കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നത് സജിറ്റാരിയസിൻ്റെ എനർജിയാണ്. സജിറ്റാരിയസ്കാർ ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഫയർ സൈൻസ് ആണ്. സജിറ്റാരിയസിൻ്റെ എനർജി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സജിറ്റാരിയസിന് ആദ്യം വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. ഇപ്പോൾ ഏതൊരു എനർജി ആണെങ്കിലും ദാറ്റ് ഈസ് അത് കുറച്ച് സമയത്തേക്കുള്ള, അതെങ്കിൽ സ്ഥായി ആയിട്ടുള്ള എനർജി അല്ല എന്നാണ് അതിൻ്റെ മീനിങ്. നൈറ്റ് ഓഫ് വാണ്ട്സിൻ്റെത് നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സന്തോഷകരമായിട്ടുള്ള അവസ്ഥയിൽ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ, ഒരു പാർട്ടി, ഒരു നൈറ്റ് പാർട്ടി, ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള ഒരു പാർട്ടി, അതിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ മനസ്സിലാക്കുക അത് എപ്പോഴും നമ്മൾ ആ പാർട്ടിയിൽ ഇരിക്കാൻ പറ്റില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് കഴിയും, ആ ഒരു എനർജി കഴിയും അല്ലേ. അപ്പോൾ അതുപോലെ നിങ്ങളിപ്പോൾ ഏതൊരു എനർജിയിലാണ് ഇരിക്കുന്നതെങ്കിലും അതിന് ടൈം എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ആ ഒരു എനർജി കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ കർമ്മം എന്താണോ, നിങ്ങൾ ഏതൊരു കാര്യത്തിലാണോ നിങ്ങൾ ആക്ച്വലി ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ആ ഒരു കാര്യത്തിലോട്ട് നിങ്ങൾക്ക് തിരിച്ചു പോകേണ്ട സമയമാകും. തിരിച്ചു പോകണം എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത് നൈറ്റ് ഓഫ് വാണ്ട്സിൻ്റെ എനർജി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പറയുന്നത് വെച്ചാൽ 6 of Pentaclesൻ്റെ എനർജിയാണ്. ഏതൊരു കാര്യം ചെയ്തിരുന്നാലും അത് ബാലൻസ്ഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങൾ എനർജി ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിലും, ഇമോഷൻസ് ആണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിലും, എന്താണ് മണിയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിലും, എന്ത് ഇൻവെസ്റ്റ് ചെയ്തിരുന്നാലും അത് ഒന്ന് ബാലൻസ്ഡ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് 6 of Pentaclesൻ്റെ എനർജി വന്നിരിക്കുന്നത്. ഓക്കെ, അടുത്ത് നമുക്ക് സജിറ്റാരിയസിൻ്റെ ഒരു എനർജിയും കൂടെ നമുക്ക് ചെക്ക് ചെയ്യാം.
സജിറ്റാറിയസ് ആരിൽ നിന്നെങ്കിലും ഒരു മെസ്സേജ് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടും എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, ഒരു മെസ്സേജ് വരും, അല്ലെങ്കിൽ ഒരു കോണ്ടാക്റ്റ് വരും, ഒരു കമ്മ്യൂണിക്കേഷൻ വരും. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു മെയിലായിരിക്കും, ഇമെയിലായിരിക്കും. ഓക്കെ, അടുത്ത് നമുക്ക് എർത്ത് സയൻസ് നോക്കാം. എർത്ത് സയൻസിൽ ആദ്യം വരുന്നത് ടോറസ് ആണ്. ടോറസ്, വിർഗോ ആൻഡ് കാപ്രിക്കോൺ ആണ്. ടോറസിൻ്റെ ആദ്യത്തെ എനർജി എന്ന് പറയുന്നത് വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ടോറസുകാർക്ക് ആദ്യം തന്നെ സൺ എനർജിയാണ്. വളരെ ദുഃഖ കാലഘട്ടത്തിലൂടെയൊക്കെയാണ് പൊയ്ക്കൊണ്ടിരുന്നതെങ്കിൽ നിങ്ങൾക്കിപ്പോൾ സൺ എനർജിയാണ്. വളരെ പ്ലസൻ്റായിട്ട്, വളരെ ബ്രൈറ്റായിട്ട് നിങ്ങൾ സന്തോഷിക്കുന്ന ഒരു സമയമാണ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതുമാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പം വരെയുള്ള ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ലൈഫ് ഇതുവരെ എങ്ങനെയാണോ പൊയ്ക്കൊണ്ടിരുന്നത് അതിൽ നിന്നൊരു മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എൻഡ് ആകാനുള്ള സാധ്യതയുണ്ട്, ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സ്റ്റാർട്ടാകാൻ പോകുന്നു എന്നാണ് അതിൻ്റെ ഒരു എനർജി. പിന്നെ 4 ഓഫ് കപ്സ്, കഴിഞ്ഞ കാലത്തിനെ ഓർത്ത് നിങ്ങൾ ദുഃഖിക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ കാലം നിങ്ങൾ ഭയങ്കര ആസ്വദിച്ചിരുന്നൊരു ടൈമായിരുന്നു. ആ ഒരു സമയം പോകാൻ പോകുന്നു, അല്ലെങ്കിൽ മാറി. ഇപ്പോൾ ഉള്ളൊരു സാഹചര്യത്തിൽ നിങ്ങൾ ഒട്ടും സന്തോഷിക്കുന്ന ഒരു സമയമല്ല. നിങ്ങൾ പണ്ടത്തെ കാര്യം ആലോചിച്ചിട്ടാണ് വളരെയധികം ഹാപ്പി ആയിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇപ്പോഴുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് അത്ര വലിയ സന്തോഷമൊന്നുമില്ല. പണ്ടത്തെ കപ്സ്, അല്ലെങ്കിൽ പണ്ടുള്ള സ്നേഹം, എക്സിനെയൊക്കെ ആലോചിച്ചുകൊണ്ടിരിപ്പുണ്ട് ചിലർ. ഓക്കെ, അതാണ് ടോറസിൻ്റെ എനർജി. ടോറസിൻ്റെ എനർജി കഴിഞ്ഞാൽ ഉടനെ അടുത്ത് വിർഗോയുടെ എനർജിയാണ്. വിർഗോക്കാരുടെ എനർജി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് 24 hours, വാട്ട് ഈസ് ദ എനർജി ഓഫ് വിർഗോ? വിർഗോയുടെ അടുത്ത 24 hours എനർജി, വിർഗോയ്ക്ക് ഒരു നഷ്ടപ്രണയം പോലെയൊക്കെ തോന്നുന്നുണ്ട്. ആരെയോ നിങ്ങൾക്ക് മിസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല, നിങ്ങൾ റെസ്റ്റ് എടുക്കേണ്ട സമയമാണ്. ആ റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് പോലും നിങ്ങൾ റെസ്റ്റ് എടുക്കുന്നുണ്ട് എങ്കിൽ ആ ഒരു സമയത്ത് പോലും നിങ്ങൾ അവരെക്കുറിച്ചുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് ഹിഡൻ ആണ്, ചില സീക്രട്സ് ഒളിഞ്ഞിരിപ്പുണ്ട്. ഓക്കെ, ആ ഒരു കാര്യം, ആ ഒരു സീക്രട്ട് നിങ്ങൾ അറിയുകയാണെങ്കിൽ നിങ്ങൾ എടുക്കുന്ന പല തീരുമാനങ്ങളും വ്യത്യസ്തമായേനെ. ഓക്കെ, അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മറിഞ്ഞിരിപ്പുണ്ട് എന്നാണ് പറയുന്നത്. അതാണ് വിർഗോക്കാരുടെ ഓരോ എനർജി. നമുക്കൊരു കാര്യം കൂടെ നോക്കാം. ഇമോഷണലാണ്. വിർഗോസ് ഭയങ്കര ഇമോഷണലായിട്ടിരിക്കുന്നൊരു സമയമാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. മൂന്നാമത്തത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ആ ആഗ്രഹം യൂണിവേഴ്സ് നിങ്ങൾക്ക് ഗ്രാൻഡ് ചെയ്ത് തന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. ആഗ്രഹിക്കുക മാത്രമല്ല, എന്താഗ്രഹിച്ചാലും അത് ഗ്രാൻഡ് ചെയ്ത് തന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഇപ്പം ആഗ്രഹിച്ചത് ഇപ്പോഴത്തേക്ക് അങ്ങനെയല്ല. നിങ്ങൾ എന്ത് ആഗ്രഹിച്ച് ഫ്യൂച്ചറിൽ എനിക്ക് ആ ഒരു കാര്യം വേണം എന്നിങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഗ്രാൻഡഡ് ടുഡേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് വിർഗോയുടെ എനർജി. വിർഗോ കഴിഞ്ഞിട്ട് അടുത്ത് വരുന്നത് കാപ്രിക്കോൺ ആണ്. കാപ്രിക്കോൺസ് എന്ന് പറയുമ്പോൾ തന്നെ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ് കാപ്രിക്കോണിൻ്റെത്. അപ്പോൾ കാപ്രിക്കോൺകാരുടെ ഇന്നത്തെ 24 hours എനർജി ഏതെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ആദ്യത്തത് വന്നിട്ട് 5 ഓഫ് കപ്സ് ആണ്. കാപ്രിക്കോണിൻ്റെ കയ്യിൽ നിന്ന് 5 കപ്പ് ഉണ്ടായിരുന്നു. അതിൽ ചില കപ്പുകളെല്ലാം തറയിൽ പോയി. അപ്പോൾ ആ ഒരു കാര്യം ആലോചിച്ചിട്ട് വിഷമിച്ചിരിക്കുന്നൊരു എനർജിയാണ് കാപ്രിക്കോൺകാരുടേത്. കണ്ടോ, വീണ്ടും അത് തന്നെ വന്നിരിക്കുന്നു. കാപ്രിക്കോൺകാരുടെ എന്തോ ഒരു പ്രണയം നഷ്ടമായിരിക്കുന്നു, ആരുമായിട്ടുള്ള ഒരു ബന്ധം അത് മുറിഞ്ഞിരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാപ്രിക്കോൺകാർ വളരെയധികം സങ്കടത്തിലാണുള്ളത് എന്നുള്ളതാണ്. കാപ്രിക്കോൺകാർക്ക് യൂണിവേഴ്സ് തരുന്നൊരു മെസ്സേജ് എന്ന് വെച്ചാൽ, നിങ്ങൾ എന്ത് കാര്യം കൊടുക്കുമ്പോഴും അത് ബാലൻസ്ഡ് ആവുക. ഇവിടെ നിന്ന് അങ്ങോട്ട് മാത്രം എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കാതിരിക്കുക. അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടുന്നുണ്ടെന്ന് കൂടി ഉറപ്പ് വരുത്തുക. അതിപ്പോൾ മെറ്റീരിയൽ തിങ് ആണെങ്കിലും ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും എന്ത് കാര്യങ്ങളാണെങ്കിലും രണ്ട് സൈഡിലും അത് ഉണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അതാണ് കാപ്രിക്കോൺകാർക്ക് ഒരു മെസ്സേജായിട്ട് യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഉള്ളത്. ഓക്കെ, അടുത്ത് നമുക്ക് എയർ സയൻസ് ആണ്. എയർ സയൻസ് എന്ന് പറയുമ്പോൾ ജെമിനൈൻ, ലിബ്ര ആൻഡ് അക്വേറിയസ്. അപ്പോൾ ജെമിനൈൻ്റെ നോക്കുമ്പോൾ ജെമിനൈൻ ആൾക്കാരെന്ന് പറയുമ്പോൾ അഡാപ്റ്റബിൾ ആണ്. അതിൻ്റെ കൂടെ തന്നെ ജെമിനൈൻസിന് നല്ല രീതിയിൽ ഓവർ തിങ്കിങ് ഉണ്ട്. ജെമിനൈൻ ഇപ്പോൾ ഓവർ തിങ്കിങ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ അത്ര പോരാ എന്നുള്ളൊരു ചിന്തയുണ്ട്.
മനസ്സിലായോ? കണ്ണാടിയിൽ നോക്കുമ്പം സ്വയം കുറച്ച് നെഗറ്റീവൊക്കെ ഉണ്ട്, ഞാൻ അത്ര പോരാ, എന്നെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല, അങ്ങനെയുള്ളൊരു എനർജിയൊക്കെ 8 ഓഫ് സോഡ്സിൻ്റെ എനർജി ആർക്കുണ്ട്? ജെമിനൈൻസിനുണ്ട്. ജെമിനൈൻസിന് മാത്രമല്ല, അങ്ങനെ നീ അത്ര പോരാ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ചില ആൾക്കാരും ചുറ്റുമൊക്കെ ഉണ്ട്. ഓക്കെ, രണ്ടാമത് വന്നിരിക്കുന്നത് 10 ഓഫ് പെൻഡക്കിൾസ്. പക്ഷേ ജെമിനൈന് ഹാപ്പി ഫാമിലി ഉണ്ട്. ജെമിനൈൻ്റെ ഫാമിലി എന്ന് പറയുന്നത് ഹാപ്പിയാണ്. ജെമിനൈന് സ്വന്തമായിട്ട് കുറ്റങ്ങളൊക്കെ ഉണ്ട്. സ്വന്തമായിട്ട് കുറ്റങ്ങളൊക്കെ കണ്ടുപിടിച്ച് സ്വന്തമായിട്ട് എന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ കണ്ടിട്ടില്ല, ജെമിനൈൻസിന് 2 മുഖമുണ്ട്. ഒന്ന്, ജെമിനൈൻ ഹാപ്പിയാണ്. ജെമിനൈൻ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും വളരെ എഫിഷ്യൻ്റായിട്ടൊക്കെ ചെയ്യും. അതേസമയം അവരവരെ തന്നെ നീ അത്ര പോരാ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കും. അങ്ങനത്തെ ഒരു എനർജിയാണിത്. ഒരു ജെമിനൈൻ്റെ ഫാമിലി എന്ന് പറയുന്നത് ഹാപ്പി ഫാമിലിയാണ്. ഓക്കെ, ഒരു എനർജിയും കൂടെ നമുക്ക് നോക്കാം ജെമിനൈൻസിൻ്റെത്. മൂന്നാമത്തെ എനർജി എന്ന് പറയുന്നത് 9 ഓഫ് വാണ്ട്സ്. ജെമിനൈൻസ്, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലക്ഷ്യം നിങ്ങൾ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങൾ മാറാതിരിക്കുക. ഓക്കെ, ജെമിനൈൻസിന് ഒരു കാര്യം കുറച്ച് നേരം ചെയ്യുമ്പോഴത്തേക്കും അവർക്കങ്ങ് മടുക്കും. മനസ്സിലായില്ലേ? അത് ചിലപ്പോൾ നല്ല ഭംഗിയായിട്ട് പോകുന്ന ചില കാര്യങ്ങളായിരിക്കും, പക്ഷെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും അവർക്കങ്ങ് വിരസതയാണ് അതിനകത്ത്. എന്തിന് ഞാനിത് ചെയ്യുന്നത് എന്നുള്ള ചില ചിന്തകളൊക്കെ വരും. അപ്പോഴത്തേക്കും അവരെന്ത് ചെയ്യും? ആ ഒരു പരിപാടി അങ്ങ് സ്റ്റോപ്പ് ചെയ്യും, അല്ലെങ്കിൽ ക്വിറ്റ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് ഒരു വാർണിംഗ് അല്ലെങ്കിൽ ഒരു മെസ്സേജ് യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് തരുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ക്വിറ്റ് ചെയ്യരുത്, വേണമെങ്കിൽ റെസ്റ്റ് ചെയ്തോളൂ, റെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും ചെയ്യൂ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ജെമിനൈൻ്റെ എനർജി. അത് കഴിഞ്ഞിട്ട് അടുത്ത് വന്നിരിക്കുന്നത് ലിബ്രയുടെ എനർജിയാണ്. ലിബ്ര എന്ന് പറയുമ്പോൾ ദേ ആർ ട്രൈങ് ടു ബാലൻസ് ആൾവേസ്. ദേ ആർ ട്രൈങ് ടു ബാലൻസ് ദ തിങ്സ് ആൾവേസ്. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അവിടെയുമില്ല കൂടുതൽ, ഇവിടെയുമില്ല കൂടുതൽ എന്നുള്ള രീതിയിൽ ബാലൻസ് ചെയ്യുന്ന ആൾക്കാരാണ് ലിബ്രാസ് എന്ന് പറയുന്നത്. അതിപ്പോൾ സ്നേഹത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും അവരൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഇവിടെ 2 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ദേ ആർ ഇൻ ലവ് വിത്ത് സമ്മോൺ ഐ തിങ്ക് ആൻഡ് ദേ ആർ ട്രൈങ് ടു ബാലൻസ്. ഓക്കെ, ചിലപ്പോൾ മൾട്ടിപ്പിൾ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലും അവർ തമ്മിലൊരു ബാലൻസിങ് എല്ലാം ശ്രമിക്കുന്ന ഒരാളാണ് ലിബ്രാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് അതിൻ്റെ അടുത്ത് വന്നത് നൈറ്റ് ഓഫ് വാണ്ട്സിൻ്റെ എനർജി. ഈ ലിബ്രാക്കാരെപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നൊരു കാര്യമുണ്ട്. ഞാൻ എവിടെയൊക്കെ പോയിരുന്നാലും, ആരുടെ കൂടെ സന്തോഷിച്ചിരുന്നാലും, ആരുടെ കൂടെ വെക്കേഷൻ ചിലവഴിച്ചിരുന്നാലും, എന്തൊക്കെ ചെയ്തിരുന്നാലും ഐ ഹാവ് ടു ഗോ ബാക്ക്. എനിക്ക് എൻ്റെ ഫാമിലിയുടെ അടുത്ത് പോകണം എന്നുള്ളൊരു ചിന്ത ഈ ലിബ്രാക്കാർക്ക് ഇത്തിരി കൂടുതലാണ്. മനസ്സിലായില്ല? അവരെപ്പോഴും ഞാനിവിടെ അല്ല, ഐ ഡോണ്ട് ബിലോങ് ടു ദിസ് പ്ലേസ് എന്ന് പറയുന്നത് എപ്പോഴും അവർ ചിന്തിക്കുന്നൊരു കാര്യമാണ്. ഐ ഹാവ് ടു ഗോ ബാക്ക്, ഐ ഡോണ്ട് ബിലോങ് ടു ദിസ് പ്ലേസ്. ആ ഒരു ചിന്ത അവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. ലിബ്രക്കാരെ തട്ടിക്കൊണ്ട് പോയിട്ട് ഒരു സ്ഥലത്ത് താമസിപ്പിച്ച് അങ്ങനെ ആക്കാമെന്ന് വിചാരിക്കുകയേ വേണ്ട. അവരുടെ മനസ്സിൽ തട്ടിക്കൊണ്ട് പോയിരുന്നാലും അവരുടെ മനസ്സിൽ എപ്പോഴും മൈ ഫാമിലി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം എപ്പോഴും അവരുടെ മനസ്സിൽ കാണും. അങ്ങനെയുള്ളൊരു എനർജിയാണ് അവർ. അടുത്ത് വരുന്നത് ചാരിയറ്റാണ്. ചാരിയറ്റ് എന്ന് പറയുമ്പോൾ സം മെസ്സേജ് ഈസ് കമ്മിങ് ഫോർ യു. ചിലർ കാണാൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മെസ്സേജ് വരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഒരു ഇമെയിലായിരിക്കും. സംതിങ് ഈസ് കമ്മിങ് ടു യു. ഓക്കെ, ചിലപ്പോൾ അതൊരു മെസ്സേജ് ആയിരിക്കും. സംതിങ് ഓർ സമ്മൺ ഈസ് കമ്മിങ് ടു യു. സം മെസ്സേജസ്, അല്ലെങ്കിൽ ആരെങ്കിലും കുറേ ദിവസമായി കാണണമെന്ന് വിചാരിച്ചിട്ട് നിങ്ങളെ കാണാൻ വരുന്നതോ അങ്ങനെയുള്ളൊക്കെ എന്തൊക്കെയോ എനർജി ലിബ്രാസിനുണ്ട് എന്നാണ് പറയുന്നത്. അടുത്ത് നമുക്ക് അക്വാരീസിൻ്റെ നോക്കാം. അക്വാരീസ് എന്ന് പറയുമ്പോൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അക്വാരീസുകാർ. അക്വാരീസ് ഈസ് ലൈക്ക് വാട്ടർ. ഓക്കെ, അത് ഒഴുകിക്കൊണ്ടിരിക്കും. വെള്ളം ഒരിടത്തും കെട്ടി നിൽക്കുന്നില്ല എന്ന് പറയുന്നത് പോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് അക്വാരീസ് എന്ന് പറയുന്നത്, വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അവരുടെ ഇൻഡിപെൻഡൻസിയെ ചോദ്യം ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം വരികയാണെങ്കിൽ അവരൊഴുകിപ്പോവും. ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ ദ സണ്ണാണ്. വെരി പ്ലസൻ്റ് ആയിട്ടിരിക്കുന്നു, വളരെ എനർജറ്റിക് ആയിട്ടിരിക്കുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്നു. പക്ഷേ ചോയ്സസ് ഉണ്ട്. അത് വേണോ ഇത് വേണോ എന്നുള്ളൊരു ചോയ്സ് ഉണ്ട്. ചില നെഗറ്റീവ് കാര്യങ്ങൾ അവർക്ക് മനസ്സിൽ തോന്നുന്നുണ്ട് ചില ചോയ്സസിനെ കുറിച്ച്. അപ്പോൾ അവർ ചിന്തിക്കുകയാണ്,
ഞാൻ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത്, ഏത് വഴിയേ പോകണം എന്നുള്ള കാര്യം അവർ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കണ്ണൊക്കെ കെട്ടിയിട്ടുണ്ട്, വേണമെങ്കിൽ ആ കെട്ടൊക്കെ അഴിച്ചിട്ട് അവർക്ക് ചിന്തിക്കാം ഏതാണ് ഞാൻ സെലക്ട് ചെയ്യേണ്ടതെന്നുള്ളത് ചിന്തിക്കാം. പക്ഷേ ദേ ഹാവ് ടു ചൂസ്. അവർ സ്റ്റക്കാണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ദേ ആർ സ്റ്റക്ക്. അത് കഴിഞ്ഞിട്ട് അടുത്ത് 7 ഓഫ് പെൻഡക്കിൾസ്. 7 ഓഫ് പെൻഡക്കിൾസിൻ്റെ അവരുടെ ഒരു തോട്ടെന്ന് വെച്ചാൽ അവരെന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരിടയ്ക്കിടയ്ക്ക് അതൊന്ന് നോക്കും, അത് വർത്താണോ, ഞാൻ ഈ ടൈം അല്ലെങ്കിൽ എൻ്റെ എനർജി അല്ലെങ്കിൽ എൻ്റെ മണി, എൻ്റെ ഇമോഷൻസ് എല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഈ ഒരു സ്ഥലമെന്ന് പറയുന്നത് ഇസ് ദാറ്റ് പെർഫെക്റ്റ് ടു ഇൻവെസ്റ്റ് എന്നുള്ളത്, അല്ലെങ്കിൽ അത് ഗ്രോ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം അവരിടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യുക. 7 ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജി ഇവിടെ വരുന്നുണ്ട്. സോ ദേ ആർ ചെക്കിങ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു അക്വേറിയസുകാരുമായിട്ട് റിലേഷൻഷിപ്പിലാണ്. ഇപ്പോൾ അക്വേറിയസുകാർ നിങ്ങളുടെ അടുത്ത് മിണ്ടാതിരിക്കുന്നുണ്ട്. നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ അവരുടനെ മറുപടി തരും. അല്ലാതെ നിങ്ങൾക്കായിട്ടൊരു മെസ്സേജ്, ഒരു കോണ്ടാക്റ്റ്, ഒരു കമ്മ്യൂണിക്കേഷൻ ഒന്നും അവർ തരാതിരിക്കുന്നുണ്ടെങ്കിൽ ദേ ആർ ആക്ച്വലി ചെക്കിങ് യു. ഓക്കെ, നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്തത് ഗുണം ഉണ്ടോ, ഇൻവെസ്റ്റ് ചെയ്യണത് നിർത്തണോ, തുടർന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ അക്വേറിയസുകാർ ചെക്ക് ചെയ്യുകയാണ്. മനസ്സിലായില്ലേ? അടുത്ത് നമുക്ക് വന്നിരിക്കുന്നത് വാട്ടർ സയൻസ് ആയ ക്യാൻസർ, സ്കോർപ്പിയോ ആൻഡ് പൈസീസ് ആണ്. ക്യാൻസറിൻ്റെ ഒരു എനർജി എന്ന് പറയുന്നത് ദേ ആർ തിങ്കിങ്. ഓക്കെ, ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് പല കാര്യങ്ങളെക്കുറിച്ച്. ആകാശത്തുമല്ല ഭൂമിയിലുമല്ല, ഒരു മലയുടെ മുകളിലിരുന്നിട്ട് അവർ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കുകയാണ്. ഇറ്റ്സ് ദ ഹെർമിറ്റ് മോഡ് എന്ന് പറയും. ചിന്തകൾ കഴിയുമ്പോഴത്തേക്കും ദർ ഈസ് ആൻ ആക്ഷൻ. ഓക്കെ, ഇപ്പോൾ ചിന്തിച്ച് എന്ത് ആക്ഷനാണ് എടുക്കേണ്ടതെന്നുള്ളൊരു തീരുമാനം എടുത്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഇത് കഴിയുമ്പോഴത്തേക്കും അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ദേ വിൽ ടേക്ക് ആൻ ആക്ഷൻ. എന്ത് കാര്യത്തിനെക്കുറിച്ചിരുന്നാലും അവരൊരു ആക്ഷൻ എടുക്കും. അപ്പോൾ ഈ ഒരു സമയം അവരെ വെറുതെ വിട്ടേക്കുക. ലെറ്റ് ദം തിങ്ക്. ഓക്കെ, ലെറ്റ് ദം തിങ്ക് ആൻഡ് ടേക്ക് എ ഡിസിഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത് ബാലൻസ്ഡ് എനർജിയാണ്. 6 ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജി. എന്ത് കാര്യം ഇൻവെസ്റ്റ് ചെയ്തിരുന്നാലും കൊടുത്തിരുന്നാലും വാങ്ങിയിരുന്നാലും ദേ ആർ ട്രൈങ് ടു ഗെറ്റ് എ ബാലൻസ്. എല്ലാ കാര്യങ്ങളും ബാലൻസ്ഡ് ആയിട്ട് പോട്ടെ എന്ന് ചിന്തിക്കുന്നൊരു എനർജിയാണ് ഇപ്പോൾ വരുന്നത്. ഞാൻ മാത്രം എപ്പോഴും അങ്ങോട്ട് പോയി മിണ്ടിക്കൊണ്ടിരുന്നാൽ പറ്റില്ല, ഞാൻ മാത്രം എപ്പോഴും അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരുന്നാൽ പറ്റില്ല, അവരും കൂടെ ഇൻവെസ്റ്റ് ചെയ്യട്ടെ എന്നുള്ളൊരു എനർജിയാണ് ഇപ്പോൾ ക്യാൻസറിനുള്ളത്. ഓക്കെ, ക്യാൻസർ ഈസ് എ ടൈപ്പ് ഓഫ് നർച്ചറിങ് പീപ്പിൾസ്. അവർ മറ്റുള്ളവരെ എപ്പോഴും ഭയങ്കര നർച്ചറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ടൈപ്പ് ഓഫ് ആൾക്കാരാണ് ക്യാൻസേഴ്സ് എന്ന് പറയുന്നത്. ചിന്തകൾ തന്നെയാണ്. ഏസ് ഓഫ് വാണ്ട്സ് കണ്ടോ, പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. അടുത്തെന്താണ് ഞാൻ ചെയ്യേണ്ടതെന്നുള്ളത് ചിന്തിക്കുന്നുണ്ട്. അടുത്ത് വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ളത് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ അവരുടെ ചിന്തകളാണ് ഇപ്പോൾ ക്യാൻസറിൻ്റെ മെയിനായിട്ട്. അടുത്ത് നമുക്ക് വരുന്നത് സ്കോർപ്പിയോണിൻ്റെ എനർജിയാണ്. വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള സ്കോർപ്പിയോയുടെ ഇന്നത്തെ എനർജി എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യാം. സ്കോർപ്പിയോസിൻ്റെ ആദ്യത്തെ എനർജി എന്ന് പറയുന്നത് ഓക്കെ, ക്യൂൻ ഓഫ് സോർട്സ്. അവരൊരു റിയലിസ്റ്റിക് മോഡലാണെന്നേ വേണമെങ്കിൽ പറയാം. എമോഷൻസ് എല്ലാം മാറ്റി വെച്ചിട്ട് വളരെ റിയലായിട്ട് ചിന്തിക്കുന്നുണ്ട്. തൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ എനിക്ക് എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാമെന്ന് ചിന്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇവരിപ്പോൾ കുറച്ച് ബോൾഡായിട്ടിരിക്കുന്നു. ബോൾഡും ജെനുവിനും ലൈക്ക് എ വാരിയർ ഷീസ് സിറ്റിങ്. ആ എനർജി ഇരിക്കുന്നത് തന്നെ ഒരു വാരിയറായിട്ടാണ്. വാളൊക്കെ പിടിച്ചിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ വാള് ഉറയിലാണ് ഇട്ടിരിക്കുന്നത്, എടുത്ത് കയ്യിൽ പിടിച്ചിട്ടില്ല. അപ്പം അതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും ഒരു ഫൈറ്റിന് റെഡി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വൈഫിന് വേണ്ടിയിട്ടാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ, നിങ്ങളുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പാർട്ട്ണറിന് വേണ്ടിയിട്ടൊക്കെയാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇപ്പോൾ ആൾക്ക് വലിയ ഇമോഷൻസ് ഒന്നും ഇല്ല. നിങ്ങൾ പോയി പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ എന്താണോ സാധിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് ആ കാര്യങ്ങൾ, അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ അവതരിപ്പിക്കുന്ന രീതിയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും ആളിങ്ങോട്ട് എന്ത് ചെയ്യുന്നത്, റിപ്ലൈ തരുന്നത്. ഓക്കെ, എമോഷൻസ് ഒന്നും പ്രതീക്ഷിക്കേണ്ട. ഇറ്റ്സ് എ വാരിയർ മോഡ്. വളരെ ബോൾഡായിട്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇറ്റ്സ് ലൈക്ക് എ ക്യൂൻ എനർജി. അവർ ക്യൂനായിട്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, യു ഹാവ് ടു ബിക്കം കിങ്. ആണായിരുന്നാലും പെണ്ണായിരുന്നാലും ക്യൂൻ എനർജി അവർ പിടിച്ചിരിക്കുമ്പോൾ നിങ്ങൾ സെർവൻ്റ് എനർജി ആയിട്ട് പോകരുത്, ഫുൾ എനർജി ആയിട്ടും പോകരുത്. നിങ്ങൾ ക്യൂനാണെങ്കിൽ നിങ്ങൾ കിങ് ആവണം. കിങ്ങിൻ്റെ എനർജി അറിയാമല്ലോ.
ബാലൻസ് ചെയ്തിട്ട് ഒരേപോലത്തെ എനർജി ആയിട്ട് നിൽക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തത് ഏതാണെന്ന് നോക്കാം. അടുത്തതെന്ന് പറയുമ്പോൾ ജസ്റ്റിസിൻ്റെ എനർജിയാണ്. ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങൾക്ക് ഒരു തീരുമാനമുണ്ടാകും, ഒരു ജസ്റ്റിസ് കിട്ടും, ഒരു നീതി കിട്ടും എന്നൊക്കെയാണ് നമുക്കിവിടെ കാണുന്നത് ജസ്റ്റിസിൻ്റെ എനർജി. ഓക്കെ, എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ നീതി പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടും എന്നാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ജസ്റ്റിസിൻ്റെ എനർജി. നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ചില വിധികൾ ഉണ്ടാകുമെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അടുത്ത് വന്നിരിക്കുന്നത് 7 ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. 7 ഓഫ് വാണ്ട്സ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കോമ്പറ്റീഷൻസ് ഉണ്ട്. ഓക്കെ, ഒരുപാട് ആരോപണങ്ങൾ, ഒരുപാട് മൾട്ടിപ്പിൾ പ്രയോറിറ്റീസ് എല്ലാം വരുന്നുണ്ടെങ്കിലും നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ യു ആർ കണക്റ്റഡ് ടു ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ട്. എന്നിട്ട് ഈ പറയുന്ന ആരോപണങ്ങൾക്കും ഈ പറയുന്ന കോമ്പറ്റീഷൻസും ഒന്നും നിങ്ങൾ ചെവി കൊടുക്കുന്നില്ല, മുഖം കൊടുക്കുന്നില്ല, അങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ്. മനസ്സിലായോ? നെവർ മൈൻഡായിട്ട് തിരിഞ്ഞിരിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് സ്കോർപ്പിയോ. ലാസ്റ്റ് വന്നിരിക്കുന്നത് പൈസിസിൻ്റെ എനർജിയാണ്. വളരെ എംപത്തറ്റിക് ആയിട്ടുള്ള ആൾക്കാരാണ് പൈസിസുകാർ. പക്ഷേ അവർ ഏത് സമയത്ത് ആരോട് എംപത്തറ്റിക് ആവും എന്നുള്ളത് അവർക്ക് തന്നെ അറിയുള്ളൂ. പൈസിസുകാർക്ക് എപ്പോഴും നമ്മൾ എമ്പതി പ്രതീക്ഷിക്കേണ്ട. ഓക്കെ, എംപത്തറ്റിക് ആണ് അവർ, അല്ലാന്ന് പറയാൻ പറ്റില്ല. ദേ ആർ എംപത്തറ്റിക്, ബട്ട് ഹൗ, വാട്ട്, വെൻ, വെയർ, വി ക്യാൻ എക്സ്പെക്ട് ദാറ്റ് എംപത്തി എന്ന് പറയുന്നത് അവർ തീരുമാനിക്കും. ഓക്കെ, നമുക്ക് പൈസിസിൻ്റെ എനർജി ആദ്യം നൈറ്റ് ഓഫ് സോൺസ്. ചില കാര്യങ്ങൾ അവരുടനെ തന്നെ ഒരു തീരുമാനമെടുക്കും. അതും എങ്ങനെയുള്ള തീരുമാനം? വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു തീരുമാനം എടുക്കും. ഓക്കെ, അപ്പുറത്തും ഇപ്പുറത്തും വെയിറ്റ് ഉണ്ട്, ബാലൻസ് ചെയ്യുകയാണ്. എങ്ങനെയുള്ള ഒരു തീരുമാനമാണ് എടുക്കേണ്ടതെന്നുള്ളത് ആണ് ചിന്തിക്കുന്നത്. വളരെ സഡനായിട്ട് അവരിൽ നിന്നും ഒരു ആക്ഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ നിങ്ങളാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾ ചില കാര്യങ്ങളിൽ ബാലൻസ്ഡ് ആയിട്ട് വളരെ പെട്ടെന്നൊരു തീരുമാനമെടുക്കും എന്നാണ് പറയുന്നത്. ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഹോപ്പ്ഫുള്ളാണ്, ബ്രൈറ്റാണ് ഫ്യൂച്ചർ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ സോഡിയാക് സൈൻ ബേസ്ഡ് റീഡിംഗ്. വീണ്ടും മറ്റൊരു റീഡിങ്ങുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. Take care. Bye.